ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായി ഇങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ടിപ്സ് ഡയറ്റ്സ് ആൻഡ് ന്യൂട്രീഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, അതായത് പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ നന്നായിട്ട് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഞാൻ ഭയങ്കര ഷോർട്ടായിട്ട് പറഞ്ഞുതരാം, ഒരുപാട് ലാഗാക്കി ലെങ്താക്കി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അതിനകത്തിൽ നമ്മളിപ്പോൾ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ് ഒക്കെ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ കൂടുതലായിട്ട് ഈ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടറാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന്. അപ്പോൾ നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. പ്രോട്ടീൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടീൻ ലൈക്ക് എഗ്ഗ്, അതേപോലെ ഫിഷ്, അതേപോലെ ബീൻസ്, ഇതൊക്കെ നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അടുത്തത് ബയോട്ടിൻ റിച്ച് ഫുഡ്സ്, അതായത് ബയോട്ടിൻ എന്ന് പറയുന്നത് ഒരു ബി കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ബയോട്ടിൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ ലൈക്ക് നട്ട്സ്, അതേപോലെ തന്നെ ഫിഷ്, അതേപോലെ തന്നെ ഇലകളുള്ള എന്താണ് പറയുന്നതിന്, ഇലക്കറികളും അങ്ങനത്തെ ഇലകളുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, ലൈക്ക് ചീര, അതേപോലെ മുരിങ്ങയില, അങ്ങനെ ഇലകളുള്ള ഫുഡ്സ് ഉണ്ടല്ലോ, അത് കൂടുതലായിട്ട് നമ്മുടെ ഹെയറിന് നന്നായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബയോട്ടിൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിനൊരു ഇമ്പോർട്ടൻ്റ് ഒരു റോള് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബയോട്ടിൻ നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ എഗ്ഗ്, അതേപോലെ ഫിഷ്, അതേപോലെ ഈ ഇലക്കറികൾ, പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ആക്കുന്നു. അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കഴിക്കാൻ ചോദിച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കാം, അതേപോലെ ബെറീസ് കഴിക്കാം. ഇതൊക്കെ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ്സ് ആണ്. ഇത് നമ്മുടെ കൊളാജിൻ പ്രൊഡ്യൂസ് ചെയ്യിക്കുകയും നമ്മുടെ മുടിയെ നല്ല സ്ട്രോങ് ആക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, ബെറീസ്, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ, ഒരു സെക്കൻഡ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിനെ നറിഷ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ഹെയറിന് അകത്തോട്ട് കൊടുക്കുന്നത്, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നു. ഇനി പുറമേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യൂസ് ജെൻറിൽ പ്രൊഡക്ട്സ്, അതായത് ഒരുപാട് കെമിക്കൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതെ ജെൻറിൽ ആയിട്ടുള്ള ഷാംപൂസ്, കണ്ടീഷണർ, അതേപോലെ ഓയിൽ, ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഓയിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിലിനേക്കാളും നല്ലതാണ് റോസ്മേരി ഓയിൽ, അതേപോലെ ആൽമണ്ട് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ജെൻറിൽ ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം, ജെൻറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഹീറ്റ് സ്റ്റൈലിംഗ്, അതായത് ഒരുപാട് ഹീറ്റ് കൊടുത്ത് നമ്മുടെ മുടിയെ സ്റ്റൈൽ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആ ഒരു സ്ട്രക്ചർ പോകാനും, അതേപോലെ തന്നെ മുടി ഭയങ്കര ആ ഒരു തിക്നെസ്സും, ആ ഒരു സ്ട്രെങ്തും, മുടിയുടെ ഒരു ഹെൽത്തി മുടിയുടെ ഒരു ഹെൽത്ത് കളയാനായിട്ടും ഒക്കെ നമുക്ക് ഹെൽത്ത് പോകാനായിട്ടൊക്കെ നോക്കും, ഹെൽത്ത് കളയും. അപ്പോൾ ഒരുപാട് ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ മുടി സ്റ്റൈൽ ചെയ്യാതിരിക്കുക. എപ്പോഴും നമ്മൾ സ്ട്രൈറ്റ്നർ വെച്ചോ അല്ലെങ്കിൽ ചൂട് കൊടുത്ത് ഭയങ്കരമായിട്ട് ചൂട് കൊടുക്കുന്ന നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിയാനായിട്ട് ഉള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഹീറ്റ് കൊടുത്ത് സ്റ്റൈൽ ചെയ്യുന്നത് നമ്മൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഒരു റെഗുലർ ട്രിംസ്, അതായത് റെഗുലറായിട്ട് നമ്മളെ ഒരു ഇത്ര മാസം കൂടുമ്പോഴും നമ്മൾ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. കാരണം കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ സ്പ്ലിറ്റ്നെസ് വരുമ്പോൾ നമ്മുടെ ഹെയർ പിന്നെ അങ്ങോട്ട് വളരുന്നത് ഭയങ്കര ഒരു ഫ്രിസി ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പൊട്ടിയായിരിക്കും നമ്മുടെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് റെഗുലറായിട്ട് നിങ്ങൾ ട്രിം ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. അത് നിങ്ങളുടെ മുടി വീണ്ടും നന്നായിട്ട് അടിയിലോട്ട് നന്നായിട്ട് വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് യൂസ് എ സ്കാൽപ്പ് മസാജ്, അതായത് സ്കാൽപ്പ് മസാജ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടു ഇൻക്രീസ് ബ്ലഡ് ഫ്ലോ, നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ മന്ത്ലിയോ അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു
പാർലർ സലൂൺസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഹെയറിൽ ഒരു സ്കാൽപ്പ് മസാജ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇത് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും അതുവഴി ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഇപ്പം ഞാൻ ഡോക്ടറിനെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹെയർ കൊഴിയുന്നത് ബയോട്ടിൻ്റെ കുറവാണെന്നുള്ളത്. അപ്പോൾ ബയോട്ടിൻ റിച്ച് ഫുഡ്സ് നന്നായിട്ട് കഴിക്കാനായിട്ട് നോക്കുകയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് കൂടാതെ നിങ്ങൾക്ക് ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ്സ് കിട്ടും. അപ്പോൾ അത് ഡെയിലി ഓരോന്ന് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് മുടിക്ക് ഏറ്റവും ബെറ്ററാണ്. പിന്നുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കുറയ്ക്കുക. സ്ട്രെസ്സ് ഒരുപാടുള്ളത് നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യുന്നല്ല, നന്നായിട്ട് സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് കൊഴിയും. അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഇരിക്കാതിരിക്കുക. മോർണിംഗ് കുറച്ച് നേരത്തെ നിങ്ങൾ എഴുന്നേറ്റാലും ലേറ്റ് നൈറ്റ് ഇരിക്കാതിരിക്കുക. നന്നായിട്ട് കിടന്ന് ഉറങ്ങുക. ഇതൊക്കെ നിങ്ങളുടെ മുടി കൊഴിയുന്നതിനും അതേപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഇഷ്യൂസിനൊക്കെ ഇതുണ്ടാക്കും. അപ്പം മുടി നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കിയാൽ അറിയാം, നമുക്ക് പലതരത്തിൽ എക്സസൈസ് നമുക്ക് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിനും നമ്മുടെ ഹെയറിനും നമ്മുടെ മൈൻഡിനും ഒക്കെ റിഫ്രഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓയില് ജെൻറ്റിലായിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ഹെയർ അല്ലെങ്കിൽ ഒരു ഹെയർ ഡോക്ടറിനെ കാണിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയുന്ന പോലെ നിങ്ങൾ ഏത് ഓയിലാണോ അത് അപ്ലൈ ചെയ്യുക. പിന്നെ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്ത് ഷാമ്പു ഇട്ട് നന്നായിട്ട് സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി വയ്ക്കുക. നമ്മൾ ബോഡി വാഷ് അല്ലെങ്കിൽ സോപ്പ് ഇട്ട് കുളിക്കുന്ന പോലെ തന്നെ നമ്മൾ ഹെയറും നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് നമ്മൾ ക്ലീനാക്കി വെക്കാനായിട്ട് നോക്കുക സ്കാൽപ്പിൽ. അതാണ് നമുക്ക് കൂടുതലും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാക്കുന്നത്. ഡാൻഡ്രഫ് വന്നാൽ തന്നെ മുടി കംപ്ലീറ്റ്ലി ഏറെക്കുറെ പോയൊരവസ്ഥയാണ്. അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ വരാതെ ശ്രദ്ധിക്കുക. കൂടുതലും നമ്മൾ പുറത്തോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും കൂടുതലും നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് എന്തെങ്കിലും കൊടുത്താലേ നമ്മളുടെ ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹെയർ ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ കഴിഞ്ഞ ദിവസം കുറച്ച് നാൾ മുന്നേ ബോട്ടോക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഹെയർ ചീകിയിട്ടൊന്നുമില്ല. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവർ ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് അവരൊരു അഡ്വൈസൊക്കെ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ. ഇന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമായിട്ടുണ്ട്. എനിക്ക് ഓഫീസിൽ പോകണം. ടാറ്റാ ബൈ.